2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് മാർക്ക് ഡാറ്റ ഫോർ എഞ്ചിനീയറിംഗ് റാങ്ക് 2025. സോ 2025 എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ April 23 തൊട്ടിട്ട് 29 വരെയായിരുന്നു കീം 2025, അതും CBT ഫോം ആയിരുന്നു. സോ അതിൻ്റെ സ്കോറ് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നിങ്ങളുടെ +2 മാർക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ മാർക്കാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാകും ലെഫ്റ്റ് സൈഡിൽ. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി അല്ല ഉള്ളത്, നിങ്ങളെടുത്തത് കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, അതൊക്കെയാണെങ്കിൽ ആ മാർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട, അതായത് നിങ്ങളുടെ ഈ +2 മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 2nd June 2025 3 PM വരെയാണ്. 2nd June എന്ന് പറഞ്ഞാൽ ഈ വരുന്ന മൺഡേ ആണ്. സോ മൺഡേ 3 PM വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം വന്നിട്ടുള്ളത്. സോ ആപ്ലിക്കൻസ് ഹൂ ഡു നോട്ട് സബ്മിറ്റ് ദ മാർക്സ് ഓൺലൈൻ വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ്. സോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും +2യുടെ മാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി the details of second year mark of the candidate available with the office of Commissioner of Entrance Examination from the board concerned will be displayed while submitting the board of examination, year of passing, registration number of candidate on the web page. So നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഇയർ ഓഫ് പാസിങ്ങും അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ദ മാർക്ക് ഡിസ്പ്ലേഡ് ഓൺ ദ വെബ് പേജ് മസ്റ്റ് ബി വെരിഫൈഡ്. സോ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്തു, അത് ശരിയാണോ നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് വെരിഫൈഡ്, സബ്മിറ്റ് ദ മാർക്ക് ഡാറ്റ. അത് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് മാർക്ക് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ട്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ച് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ചേഞ്ച് ഉള്ളത് ആ ചേഞ്ച് വരുത്തിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടത്. പിന്നെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, വേറെ എങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല. കീപ്പ് ഇറ്റ് ഡൗൺലോഡഡ്. ഓക്കെ, ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്മിറ്റ് യുവർ +2 മാർക്ക്. +2 മാർക്ക് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം എല്ലാം വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ഫ്രം 23rd April to 29th April ഹാവ് ക്വാളിഫൈഡ് ആസ് പെർ പ്രോസ്പെക്ടസ് ക്ലോസ്. സോ ഈ പ്രോസ്പെക്ടസ് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ക്വാളിഫൈ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, and those candidates who figure in the rank list and satisfy the eligibility condition as per clause 6 of the prospectus will only be eligible for admission. So prospectus 6 പ്രകാരം ആരൊക്കെയാണോ എലിജിബിൾ ആയത് അവർക്ക് അഡ്മിഷൻ പ്രോസസ്സിന് പങ്കെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് ദിവസമേ ഉള്ളൂ, only 3 days to submit. So do it before, verify, check correctly. So submit, download your report. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.